ചോദിച്ചത് എൻ്റെ മകൻ എടുത്തോന്നൊന്നും ഉപ്പ ചിന്തിക്കൂല, ഒരിക്കലും ചിന്തിക്കൂല. ഉപ്പയ്ക്ക് അത് സന്തോഷമായിരിക്കും. എന്നാൽ വരെ ഉമ്മ ഒരിക്കലും വിചാരിക്കൂല ഉമ്മയ്ക്ക് ഇഷ്ടമാണ് ഈ നാടൻ കോഴിയുടെ തോലൊക്കെ കരക്കൂലേ. നിങ്ങളുടെ നാട്ടിലില്ലേ നാടൻ കോഴി കരക്കലുണ്ടോ? ഉണ്ടാ? നാടൻ കോഴിയുടെ തോലൊക്കെ വയസ്സന്മാർക്ക് വലിയ ഇഷ്ടമായിരിക്കും. നാട്ടിൽ തോരുന്ന കല വെക്കലില്ലേ? ഉണ്ടാ? ചിരിക്കുക. തോല് ഇഷ്ടമായിരിക്കും. പിന്നെ അതിന് ഒരു മറ്റേ എന്താണ് അതിൻ്റെ കരളിഷ്ടമുള്ളവരുണ്ടാകും. പെണ്ണുങ്ങൾക്ക് പിന്നെ പൊതുവെ കാലും തലയൊക്കെ ആയിരിക്കും ഇഷ്ടമാണ്. ഈ തല ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ആർക്കെന്ന് അറിയില്ലേ? ആർക്കാ നല്ല തല ഇഷ്ടം ഉണ്ടാവുക? തലയില്ലാത്ത ആളുകൾക്ക് തല ഇഷ്ടം ഉണ്ടാവുള്ളൂ. അപ്പോൾ പെണ്ണുങ്ങൾക്ക് തലയാ വേണ്ട. മീനായാലും കോഴിയായാലും. ആടിൻ്റെ തല മാത്രം ആണുങ്ങൾക്കാ. പെണ്ണുങ്ങൾക്ക് കോഴി മീനിൻ്റെ ഒക്കെ തല പെണ്ണുങ്ങൾക്കാ. അപ്പോൾ അവർക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കും, കുഴപ്പമില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് എടുക്കരുത്. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുന്ന വിഷയം, ലാ തഅഖുദ് ലഹ്മൻ മുഖ്തലിസൻ ബിഅൽമിൻ. എല്ലിന്റെ ഇറച്ചിയ ടേസ്റ്റ് ഉണ്ടാവും അല്ലെ? അങ്ങനല്ലേ? എല്ലുള്ള ഇറച്ചിയ ടേസ്റ്റ് ഉണ്ടാവും, എല്ലില്ലാത്ത ഇറച്ചിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ എല്ലുള്ള ഇറച്ചി നിങ്ങളുടെ തളികയിലുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടെ പിതാവും ഉമ്മയും ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് എടുക്കരുത്. ഫലഅല്ലഹു ഖദിസ്തഹ. ഉപ്പയും ഉമ്മയും അത് മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അങ്ങനെ എടുത്തുപോയാൽ അതുപോലും കുരുത്തക്കേടാണ് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നിട്ട് പറഞ്ഞു, വലാ തഖഉദ് ഹത്താ യഖഉദ. നിങ്ങളുടെ ഉമ്മ ഇരിക്കാതെ നിങ്ങൾ ഇരിക്കാൻ പാടില്ല, നിങ്ങളുടെ പിതാവ് നിങ്ങൾ ഇരിക്കാൻ പാടില്ല. വലാ തനം ഹത്താ യനാമ. നിങ്ങളുടെ ഉമ്മ ഉറങ്ങാതെ നിങ്ങൾ ഉറങ്ങാൻ പാടില്ല, നിങ്ങളുടെ പിതാവ് ഉറങ്ങാതെ നിങ്ങൾ ഉറങ്ങാൻ പാടില്ല. കല്യാണം കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ കൂടെ നിങ്ങളുടെ കിടപ്പുമുറിയിലേക്ക് പോയി കതകടിച്ചുകൊണ്ട് കിടന്നുറങ്ങണ്ട. നിങ്ങളുടെ ഉപ്പ കിടന്നുറങ്ങിയോ എന്നുറപ്പിക്കണം, നിങ്ങളുടെ ഉമ്മ കിടന്നുറങ്ങിയോ എന്നുറപ്പിക്കണം. രണ്ടുപേരും കിടന്നുറങ്ങിയാൽ മാത്രമേ മക്കളെ നിങ്ങൾ ഉറങ്ങാൻ പാടുള്ളൂ എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇനി നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഉമ്മയോട് മാന്യമായി പെരുമാറുന്നുണ്ട് എന്ന് പറയാറുണ്ട്. ശരിയാണോ നമ്മുടെ പെരുമാറ്റം? ശരിയാണോ? മാതാപിതാക്കളുടെ മുമ്പിൽ ഒച്ച വെച്ച് സംസാരിക്കരുത് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മാതാപിതാക്കളുടെ മുമ്പിൽ ഒച്ച വെച്ച് സംസാരിക്കാൻ പാടില്ല എന്നാണ്. അവരുടെ മുമ്പിൽ ശബ്ദമുണ്ടാക്കി സംസാരിക്കരുത് എന്നാണ്. അതേപോലെ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ഒരാൾ കടന്നു വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്നംറഅതി ബിൻതു ഉമർ വഅന ഉഹിബ്ബുഹാ. എൻ്റെ ഭാര്യ എനിക്കിഷ്ടമാണ്, പക്ഷേ എൻ്റെ ഉമ്മയ്ക്ക് ഇഷ്ടമല്ല. ഉമ്മ ത്വലാഖ് ചൊല്ലാൻ പറയുന്നുണ്ട്. ശ്രദ്ധിക്കണേ, എൻ്റെ ഭാര്യ എനിക്കിഷ്ടമാണ്, പക്ഷേ എൻ്റെ മാതാവിന് ഇഷ്ടമല്ല. എൻ്റെ ഉമ്മ ത്വലാഖ് ചൊല്ലാൻ പറയുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യണമെന്ന് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായി. അപ്പോഴാണ് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലാ ആമുറുക അൻ തുതല്ലിഖഹാ. ഞാൻ നിന്നോട് അവളെ ത്വലാഖ് ചൊല്ലണമെന്ന് പറയുന്നില്ല. ഞാൻ നിന്റെ ഉമ്മയോട് എതിര് പ്രവർത്തിക്കണമെന്നും ഞാൻ നിന്നോട് പറയുന്നില്ല. ഞാൻ നിനക്കൊരു ഹദീസ് പറഞ്ഞു തരാം, ആ ഹദീസ് കേട്ടാൽ പിന്നെ നിന്റെ ഇഷ്ടം പോലെ നീ പ്രവർത്തിച്ചോളൂ എന്ന് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. എന്താണ് ആ ഹദീസ്? ഇന്നൽ വാലിദത ഔസതു അബ്വാബിൽ ജന്ന. നിന്റെ ഉമ്മ എന്ന് പറയുന്നത്, നിന്റെ മാതാവ് എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിന്റെ ഏറ്റവും മധ്യത്തിലുള്ള കവാടമാണ്. സ്വർഗ്ഗത്തിന്റെ സെന്ററിലുള്ള ഡോറാണ്, സ്വർഗ്ഗത്തിന്റെ വാതിലാണ്. ഇനി ആ വാതിൽ നിനക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉമ്മ പറഞ്ഞത് നീ കേട്ടോ. ഇനി ആ സ്വർഗ്ഗത്തിന്റെ വാതിൽ വേണ്ട എന്നാണെങ്കിൽ നീ ഉമ്മ പറഞ്ഞത് കേൾക്കാതെ നിന്റെ ഭാര്യയെ കൂടെ നിർത്തിക്കോ എന്ന് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അതുകൊണ്ട് മാതാപിതാക്കൾക്കാണ് ഭാര്യയെക്കാളും സ്ഥാനം നൽകേണ്ടത്. ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗം ലഭിക്കുന്നത്, അവരുടെ സ്വർഗവാതിലുകൾ എന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാതാപിതാക്കളല്ല, അവരുടെ സ്വർഗവാതിൽ അവരുടെ ഭർത്താവാണ്. ഒരു പെണ്ണ് ഖിദ്മത്ത് ചെയ്യേണ്ടത് ഭർത്താവിനാണ്. ഭർത്താവിന്റെ തൃപ്തി ലഭിച്ചാലേ പെണ്ണ് സ്വർഗത്തിലെത്തുള്ളൂ. അതേപോലെ ഒരു ആണ് സ്വർഗത്തിലെത്തുന്നത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. കഴിവിന്റെ പരമാവധി മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ്. ഏകദേശം 11:30 മണിയായി. ഇനി പോകണ്ടോ? ഇനി നമുക്ക് ദുആ കഴിഞ്ഞിട്ട് ഞാൻ നിർത്തും പെട്ടെന്ന്. വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്. ഒരാൾ 5000, ഒരാൾ 10000.
റോയൽ ഉംറ ഹാജി 5000, റോയൽ അബൂഖറാജ മുഹമ്മദ് ഹാജി 10000. അല്ലാഹുവേ, അവരുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരാണെങ്കിൽ അവരുടെ ഖബറിടത്തിലേക്ക് അതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ ആഫിയത്തും ആരോഗ്യവും നീ നൽകണേ റബ്ബേ. മരണപ്പെട്ടു പോയവരാണെങ്കിൽ അല്ലാഹുവേ, ഇന്നത്തെ രാത്രി തന്നെ അവരുടെ ഖബറിടങ്ങളെ നീ സ്വർഗീയമാക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ മാരകമായ രോഗങ്ങൾ അവർക്ക് നൽകല്ലേ റബ്ബേ. ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഇനി ശ്രദ്ധിക്ക്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് പറയാനുള്ളത് വളരെ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മൻ ഖബ്ബല ഐനൈ ഉമ്മിഹി, ഒരാൾ ഉമ്മയുടെ നെറ്റിത്തടം ചുംബിച്ചാൽ കാന ലഹു സിത്റൻ മിനന്നാർ, അല്ലാഹു തആല നരകത്തിൽ നിന്നുള്ള മോചനം നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. വീട്ടിലേക്ക് പോയാൽ ഉമ്മയുടെ നെറ്റിത്തടങ്ങളിൽ ചുംബിക്കണമെന്നാണ്. ഉമ്മയുടെ നെറ്റിത്തടങ്ങളിൽ ചുംബിച്ചവർക്ക് അല്ലാഹു തആല നാളെ നരകം നൽകൂല, നരകത്തിൽ നിന്നുള്ള മോചനം നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അതേപോലെ തന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയാൽ കാനത് ലഹു ഹജ്ജത്തുൻ മഖ്ബൂല, സ്വീകാര്യമായ ഹജ്ജ് ചെയ്ത പ്രതിഫലം അല്ലാഹു നൽകുമെന്നാണ്. അപ്പോഴാണ് നബി തങ്ങളോട് സഹാബാക്കൾ ചോദിച്ചത്, നബിയെ, ഒരാൾ 100 തവണ ഉമ്മയുടെ മുഖം നോക്കിയാലോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, 100 തവണയല്ല, ഒരൊറ്റൊരു ദിവസം 1,00,000 തവണ നോക്കിയാൽ ഉമ്മയുടെ മുഖത്തേക്ക് കാരുണ്യത്തിന്റെ നോട്ടം, ദേശത്തിന്റെ നോട്ടമല്ല, കുറുമ്പിന്റെ നോട്ടമല്ല, വെറുപ്പിന്റെ നോട്ടമല്ല, സ്നേഹത്തോടെയുള്ള നോട്ടം ഉമ്മയെ ഒരാൾ നോക്കിയാൽ, ഒരു ദിവസം 1,00,000 തവണ നോക്കിയാൽ 1,00,000 ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ശഫീഉനാ റസൂലുള്ളാഹ്. എത്ര വലിയ പാപം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, എത്ര വലിയ തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, ആ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാനുള്ള ഏകമായ വഴി ഏതാണെന്ന് ചോദിച്ചാൽ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുക എന്നുള്ളതാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, 10 വയസ്സ് മുതൽ പ്രായപൂർത്തി എത്തിയത് മുതൽ ഇന്നേ വരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും വെറുക്കുന്ന ഏതെങ്കിലും ഒരു പാപമുണ്ടോ എന്ന് ആലോചിച്ചു നോക്ക്. ഒന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കിയേ, പ്രായപൂർത്തി എത്തിയത് മുതൽ ഇന്നേ വരെ എന്തൊക്കെ തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും നിങ്ങൾ വെറുക്കുന്ന തെറ്റേതാ? നിങ്ങൾക്ക് മനസ്സിന് ഒരിക്കലും ദഹിക്കാതെ വേണ്ടായിരുന്നു, പറ്റിപ്പോയല്ലോ, അങ്ങനെ ചിന്തിക്കുന്ന തെറ്റേതാ? അത്തരം തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൗബയുണ്ടോ ഇല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കേ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വരികയാണ്. എന്നിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളോട് പറഞ്ഞു, ഒരു പെണ്ണിനെ ഞാൻ പ്രേമിക്കുകയുണ്ടായി. ഒരു പെണ്ണിനെ ഞാൻ പ്രേമിച്ചു. എന്നിട്ട് പെണ്ണിനോട് ഞാൻ പ്രപ്പോസൽ നടത്തി, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. പെണ്ണ് പറഞ്ഞു, വേണ്ട, എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ല. പെണ്ണ് പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ല, ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കൂല എന്ന്. അപ്പോഴാണ് അൽഹംദുലില്ലാഹ് പട്ട ഉമ്മർച്ച മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിൽ 15,000 രൂപ. അതേപോലെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടും സ്റ്റേജിലിരിക്കുന്ന നേതാക്കന്മാരോടൊക്കെ പറയുകയാണ്, എന്റെ വാല് കഴിയുന്നതിനു മുമ്പേ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിൽ എന്തെങ്കിലും ഒരു സംഖ്യ നിങ്ങൾ മനസ്സിൽ കരുതണം. നല്ല സംഖ്യ കഴിയുന്നവർ അങ്ങനെ, 15,000 കഴിയുമെങ്കിൽ അങ്ങനെ, 10,000 കഴിയുമെങ്കിൽ അങ്ങനെ, 5,000 കഴിയുമെങ്കിൽ അങ്ങനെ, 2,000 കഴിയുമെങ്കിൽ അങ്ങനെ, 1,000 കഴിയുമെങ്കിൽ അങ്ങനെ, 500 കഴിയുമെങ്കിൽ അങ്ങനെ, 100 കഴിയുമെങ്കിൽ 100എങ്കിലും മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിടം സ്വർഗീയമാവാൻ വേണ്ടി ഇന്നത്തെ രാത്രി തന്നെ ഖബറിടം വെളിച്ചമാവണം. ഇന്ന് തന്നെ നമ്മൾക്ക് ദുആ ചെയ്യണം, അവരുടെ പേരിൽ ഹദിയ ചെയ്യണം. ഖബർ വിശാലമാവണം, ഖബർ വെളിച്ചമാവണം, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണം. എന്നിട്ട് ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കൾ മക്കളെ കണ്ടിട്ട് സന്തോഷിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അഥവാ മരണപ്പെട്ടിട്ടില്ല, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ അവരുടെ ആഫിയത്തിന് വേണ്ടി, അവരുടെ ആരോഗ്യത്തിന് വേണ്ടി, അല്ലാഹുവേ എന്റെ മാതാപിതാക്കൾക്ക് ആഫിയത്തോടെയുള്ള ദീർഘായുസ് തരണേ അല്ലാ. അതിന് പേരിൽ ഞാൻ 5,000 രൂപ, 10,000 രൂപ, 2,000 രൂപ, അല്ലാഹുവേ എന്റെ മാതാപിതാക്കൾക്ക് നീ രോഗങ്ങൾ കൊടുക്കല്ല റബ്ബേ, മാരകമായ രോഗങ്ങൾ നൽകല്ല റബ്ബേ. അങ്ങനെ നല്ല നിയ്യത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊക്കെ മനസ്സിൽ കരുതുക. ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ ആത്മാർത്ഥമായി ദുആ ചെയ്യും. എല്ലാ ആളുകൾക്കും, അല്ലാഹുവേ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിൽ ഒരാൾ ഒരു സംഖ്യ, വലിയൊരു സംഖ്യ, അല്ലാഹുവേ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിടം ഇന്നത്തെ രാത്രി തന്നെ നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ, വിശാലമാക്കി കൊടുക്കണേ റബ്ബേ.
മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിൽ മകളുടെ പേരിൽ 2000 രൂപ അല്ലാഹുവേ കബറിടം വെളിച്ചമാക്കി കൊടുക്ക് റബ്ബേ, വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഇന്നത്തെ രാത്രി തന്നെ കബറിടത്തിലേക്ക് അതിന്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഞാൻ പറയാൻ പോകുന്ന വിഷയങ്ങൾ വളരെ ഗൗരവത്തോടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നിർത്താൻ പോവുകയാണ്. ഏകദേശം ഒരു 11:45 ഞാൻ എന്റെ വിഷയങ്ങൾ ഉപസംഹരിക്കും ഇൻഷാ അല്ലാ. അതുകൊണ്ട് നിങ്ങൾ ഇനി പറയാൻ പോകുന്ന വിഷയങ്ങൾ വളരെ ഗൗരവമാണ്. എന്താ നമ്മളിവിടെ പറഞ്ഞത്? ജീവിതത്തിൽ വലിയ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, വ്യഭിചാരം പോലെയുള്ള പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, കള്ളുകുടി പോലെയുള്ള വൻദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, കൊലപാതകം പോലെയുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, പലിശ തിന്നുകയോ ഒരിക്കലും അല്ലാഹു മാപ്പ് തരൂല എന്ന് പോലും ചിന്തിക്കുന്ന മഹാപാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിതാ തൗബ ചെയ്യാനുള്ള ഒരവസരമാണ്, രക്ഷപ്പെടാനുള്ള അവസരമാണ്, അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള ഒരവസരമാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളോട് പറഞ്ഞു, അബ്ബാസ് തങ്ങളെ, ഞാനൊരാളെ പ്രണയിക്കുകയുണ്ടായി. ആ പെണ്ണിനോട് എനിക്ക് സ്നേഹം തോന്നി. ഞാൻ അവളോട് ചോദിച്ചു എന്നെ കല്യാണം കഴിക്കുമോ എന്ന്. പെണ്ണ് പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കൂല എന്ന്. പിന്നെ വേറെ ഒരാൾ ആ പെണ്ണിനെ പ്രണയിക്കുകയുണ്ടായി. അയാൾ ചോദിച്ചു കല്യാണം കഴിക്കുമോ എന്ന്. പെണ്ണ് കല്യാണം കഴിക്കാൻ തയ്യാറായി. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പെണ്ണിനെ കൊന്നു കളഞ്ഞു. ഇനി എനിക്ക് അല്ലാഹു പുറത്തു തരുമോ? ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണ് എന്റെ വിവാഹത്തിന് തയ്യാറായില്ല. ഞാൻ അവളെ കൊന്നു കളഞ്ഞു. അല്ലാഹു എനിക്ക് മാപ്പ് തരുമോ? എന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിക്കുന്നത്, ഉമ്മുക ഹയ്യ, നിന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ മനുഷ്യ? നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ മനുഷ്യ? അദ്ദേഹം പറഞ്ഞില്ല, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നത്, തുബ് ഇലല്ലാഹ്, കഴിവിന്റെ പരമാവധി അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോളൂ മനുഷ്യ. അല്ലാഹുവിലേക്ക് അടുത്തോളൂ, സ്വതഖ നൽകി നന്മ ചെയ്ത് ഖുർആൻ ഓതി നിസ്കരിച്ച് കരഞ്ഞ് അല്ലാഹുവിലേക്ക് അടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സദസ്സിലുണ്ടായ ഒരാൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്തിനാണ് അയാളോട് നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത്? അപ്പോഴാണ് ചെവി തുറന്ന് കേൾക്കണേ. അപ്പോഴാണ് അബ്ബാസ് തങ്ങൾ പറഞ്ഞത്, ഇന്നി ലാ അഅമലു ലാ അഅലമു അമലാ, എന്റെ ജീവിതത്തിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന അമലുകളിൽ ഏറ്റവും വലിയ അമൽ ഏതാണെന്ന് ചോദിച്ചാൽ ഉമ്മയോട് മാന്യമായി പെരുമാറുന്നതാണ്, ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യുന്നതാണ്. ജീവിതത്തിൽ ഏത് അമലാണ് ഏറ്റവും നല്ല അമൽ എന്ന് ചോദിച്ചാൽ അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന, അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ അമൽ ഏതാണെന്ന് ചോദിച്ചാൽ ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യലാണ്, ഉപ്പയ്ക്ക് ഖിദ്മത്ത് ചെയ്യലാണ്. അപ്പൊ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്താൽ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തലാണ് അവരുടെ പണി. അപ്പൊ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നത് മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യലോടുകൂടിയാണ്. അതോടുകൂടി കഴിവിന്റെ പരമാവധി മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ, അവർക്ക് ഖിദ്മത്ത് ചെയ്താൽ അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണ്? ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കാൻ കഴിയാതെ മരണസമാനമായി മരണാസന്നനായി കിടക്കുകയാണ്. അവിടെയുള്ള കൂടി നിൽക്കുന്ന ആളുകളെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല് എന്ന് പറയുകയാണ്. അദ്ദേഹത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് മനസ്സിൽ ആഗ്രഹമുണ്ട്. ആ സമയത്താണ് സഹാബാക്കൾ നബി തങ്ങളുടെ സമീപത്തേക്ക് കടന്നു വന്നത്. യാ റസൂലല്ലാഹ്, നബിയെ, ഇന്ന ഒരാൾ കിടപ്പിലാണ്, മരിക്കാൻ കിടക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ അയാൾക്ക് കഴിയുന്നില്ല. നബി തങ്ങൾ നേരെ സദസ്സിലേക്ക് എത്തി, അയാളുടെ മുമ്പിലേക്ക് എത്തി. നബി തങ്ങൾ പറഞ്ഞു, മോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ല്. അദ്ദേഹം പറഞ്ഞു, നബിയെ, എനിക്ക് പറയാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് പറയാൻ കഴിയുന്നില്ല നബിയെ. അപ്പോഴാണ് ചോദിച്ചത്, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഉമ്മയോട് നീ മോശമായി പെരുമാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതേ നബിയെ, എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, എന്റെ ഉമ്മയോട് ഞാൻ മോശമായി പെരുമാറിയിട്ടുണ്ട് നബിയെ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ഉമ്മയെ വിളിക്കുന്നത്. ഉമ്മാ, നിങ്ങളുടെ മകന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ കഴിയുന്നില്ല. നിങ്ങളോട് ചെയ്ത മോശപ്പെട്ട പെരുമാറ്റമാണ്, നിങ്ങളോടുള്ള അപമര്യാദയാണത്. അതുകൊണ്ട് നിങ്ങൾ പുറത്തു കൊടുത്തില്ലെങ്കിൽ ഈ മകനെ അല്ലാഹു നാളെ നരകത്തിലിട്ട് കത്തിക്കരിച്ചു കളയുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, ഞാൻ പുറത്തു കൊടുത്തേക്കാ, ഞാൻ മാപ്പ് നൽകിയേക്കാ. നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പോരാ, അല്ലാഹുവിനെ സാക്ഷി നിർത്തി പറയണം, എന്നെ സാക്ഷി നിർത്തി പറയണം ഞാൻ പുറത്തു കൊടുത്തു എന്ന്. ഉമ്മ ആ സദസ്സിൽ വെച്ച് അല്ലാഹുവിനെയും ഹബീബിനെയും സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ എന്റെ മകന് മാപ്പ് കൊടുത്തിരിക്കുന്നു
ചോദിക്കുകയാണ്. അപ്പോഴേക്കും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മോനെ ഇനി നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറ. ഉടനെ തന്നെ അയാൾ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകുന്നത് കണ്ടപ്പോ നബി തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഒരാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാഹ്. ഇതാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സ്വതക്കകളിൽ ഏറ്റവും അഫ്ളലായ സ്വതക്ക ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെലവഴിക്കുന്ന നമ്മുടെ സംഖ്യകളിൽ ഏറ്റവും അഫ്ളലായ ചെലവ്, ഏറ്റവും അഫ്ളലായ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ അത് മാതാപിതാക്കളുടെ പേരിൽ സ്വതക്ക ചെയ്യുന്നതാണ് എന്നാണ്, മാതാപിതാക്കളുടെ പേരിൽ ചെലവഴിക്കുന്നതാണ് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. 3 വിഭാഗം ആളുകളുടെ പ്രാർത്ഥന അല്ലാഹു തള്ളിക്കളയൂല എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് SSLCയിൽ വിജയം വേണോ, +2വിൽ വിജയം വേണോ, പരീക്ഷകളിൽ വിജയം വേണോ, സ്വന്തം ഉമ്മയുടെ ഉപ്പയുടെ അടുത്തേക്ക് പോയി ഉമ്മയോടും ഉപ്പയോടും പറ ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ. ജോലിയില്ലേ, ജോലിക്ക് വേണ്ടി മാതാപിതാക്കളോട് ദുആ ചെയ്യാൻ പറ. വീടില്ലേ, വീടിന് വേണ്ടി മാതാപിതാക്കളോട് ദുആ ചെയ്യാൻ പറയാ. രോഗിയാണോ, രോഗത്തിന്റെ ശമനത്തിന് വേണ്ടി മാതാപിതാക്കളോട് ദുആ ചെയ്യാൻ പറ. മാതാപിതാക്കളുടെ ദുആഇനെ അല്ലാഹു തള്ളിക്കളയൂല, അല്ലാഹു ഒരിക്കലും സ്വീകരിക്കാതെ മാറ്റി നിർത്തൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. പിന്നെ മഹാനായ ഹസൻ എന്നവർ പറഞ്ഞ വളരെ മനോഹരമായ ഒരു ഹദീസ് ഉണ്ട്. ദുആഉൽ വാലിദൈനി, മാതാപിതാക്കളുടെ ദുആ യുംബിജുൽ മാല വൽ വലദ, ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ്, കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ്. വലിയൊരു മുതലാളിയായി മാറാൻ മാതാപിതാക്കളുടെ പ്രാർത്ഥന നിർബന്ധമാണ് എന്നാണ്. യുംബിജുൽ മാല, സമ്പത്തിനെ വളർത്തുമെന്നാണ് പറഞ്ഞത്, ബിസിനസ്സിനെ വളർത്തുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത ഒരു സമ്പാദ്യവും നമ്മൾക്ക് ഉപകരിക്കുമെന്ന് ഒരാളും ഇവിടെ വിചാരിക്കേ വേണ്ട. നമ്മൾക്ക് രക്ഷപ്പെടണമെങ്കിൽ മാതാപിതാക്കളുടെ ദുആ നിർബന്ധമാണ്. അതുകൊണ്ട് മാതാപിതാക്കളോട് ദുആ ചെയ്യാൻ പറയൂ. അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കൾക്ക് തൃപ്തികരമായി സേവനം ചെയ്യുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഒരാൾ മാതാപിതാക്കളുടെ പേരിൽ സ്വതക്ക ചെയ്താൽ ഹദിയത്തുൽ ലഹ്യാഇ ലൽ അംവാതി, മരണപ്പെട്ടു പോയ ആളുകൾക്ക് ജീവിച്ചിരിക്കുന്നവരുടെ സ്വതക്കകൾ എന്തൊക്കെയാണ്? അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യലാണ്, അവരുടെ പൊറുക്കലിനെ തേടലാണ്, അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കലാണ്. അതെല്ലാം അവരുടെ ഖബറിടത്തിലേക്ക് എത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മൊയ്തു കുഞ്ഞാജി അളക്കെ എന്നവർ മാതാപിതാക്കളുടെ പേരിൽ 5001 രൂപ. അല്ലാഹുവേ, മാതാപിതാക്കളുടെ ഖബറിടം വെളിച്ചമാക്കണേ റബ്ബേ, വിശാലമാക്കണേ അല്ലാ, സ്വർഗീയമാക്കണേ റബ്ബേ. ഇന്നത്തെ രാത്രി തന്നെ ആ ഖബറിടത്തെ സ്വർഗീയ സുഖങ്ങൾ നൽകി നീ ആദരിക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ വല്ല തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഈ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് നീ പുറത്തു കൊടുക്കണേ റബ്ബേ, മാപ്പ് നൽകണേ അല്ലാ. റഷീദാജി എന്ന് പറയുന്നവർ ഒരു സംഖ്യ മാതാപിതാക്കളുടെ പേരിൽ അല്ലാഹുവേ, മരണപ്പെട്ടു പോയവരാണെങ്കിൽ ഖബറിടം വെളിച്ചമാക്കണേ അല്ലാ. ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ആരൊക്കെ സദഖ നൽകുമെന്ന് വഅദ് പറയുമ്പോൾ തന്നെ എനിക്ക് ചില ആളുകളുടെ മുഖം കാണുമ്പോൾ എനിക്കറിയാം അവർ കൊടുക്കുമെന്ന്. ഞാൻ ചില ആളുകൾ, ഞാൻ എല്ലാവരും വഅദിനെല്ലാവരും മുഖം നോക്കും ഞാൻ. അപ്പൊ എനിക്ക് ചില ആളുകളെ കാണുമ്പോൾ അയാൾ എന്തായാലും ഇന്ന് വഅദ് കഴിഞ്ഞാൽ നല്ലൊരു റെസ്പോൺസ് ഉള്ള ആളുകൾ ഉണ്ടാകും. ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ നിന്ന നൃത്തത്തിൽ ഇങ്ങനെ കേൾക്കും, ഇരുന്നിട്ടൊന്നും ഉണ്ടാവില്ല, ആ നിന്ന നൃത്തത്തിൽ ഇങ്ങനെ കേൾക്കും. എനിക്കറിയാം അയാൾ എന്തായാലും സ്വതക്ക ഞാൻ ചോദിച്ചാൽ കൊടുക്കും എന്നുള്ള കാര്യം. അത് ആ ഒരു ഇൻവോൾവ്മെന്റ് ആണ്. അതേപോലെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മാതാപിതാക്കളുടെ പേരിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്വതക്ക ചെയ്യണം, എന്നിട്ട് ദുആ ചെയ്യണം. ഇത് ഞാൻ എൻ്റെ എല്ലാ സദസ്സുകളിലും എടുക്കുന്ന പിരിവാണ്, മുക്വയിലുള്ള പ്രത്യേകതയല്ല. എൻ്റെ ഏത് വഅദ് എവിടെ വെച്ച് ഞാൻ പറഞ്ഞാലും മാതാപിതാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സംഖ്യ മക്കളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ദുആ ചെയ്യിക്കാറുണ്ട്. എന്തിനെന്നറിയോ? മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് നിസ്കരിക്കാൻ ഇനി കഴിയില്ല, ഖുർആൻ ഓതാൻ കഴിയില്ല, അവർ അമൽ ചെയ്യുന്ന ലോകത്തല്ല, അവർക്ക് പ്രതിഫലം കിട്ടുന്ന ലോകത്താണ് അവരുള്ളത്. നബി തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കളുടെ പേരിൽ ദുആ ചെയ്യുന്ന മക്കളുണ്ടായാൽ ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് ഉപകരിക്കുമെന്ന്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നമ്മൾ സ്വതഖ ചെയ്യുക, ജീവിച്ചിരിക്കുന്ന നമ്മൾ അവരുടെ പേരിൽ ഹദിയ ചെയ്യുക, ജീവിച്ചിരിക്കുന്ന നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അവരൊന്ന് കൺകുളിർക്ക് ആസ്വദിക്കട്ടെ. അവർ കാണുമോ ഇല്ലേ എന്ന വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഒരൊറ്റൊരു സംഭവം കൂടി ഞാൻ പറഞ്ഞു തരാം. ഉസ്മാൻ ഇബ്നു സൗദ, ചെവി തുറന്ന് കേൾക്ക് ഇവിടെയുള്ള സഹോദരിമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരോട്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരോട്
സഹോദരിമാരോട് പറയാനുള്ളത് ചെവി തുറന്നുകൊണ്ട് നിങ്ങൾ കേട്ടോളൂ. മഹാനായ ഉസ്മാൻ ഇബ്നു സൗദ എന്നവർ, ആ പെണ്ണ് വലിയ ആബിദത്തായ പെണ്ണായിരുന്നു, അള്ളാഹുവിനെ പേടിയുള്ള പെണ്ണായിരുന്നു. ഉസ്മാൻ ഇബ്നു സൗദ എന്ന് പറയുന്നവർ, അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ സദാസമയവും നിസ്കാരം നോമ്പ് 24 മണിക്കൂറും ദിക്റും സ്വലാത്തും തസ്ബീഹും. നാട്ടുകാരെ വിളിക്കുന്നത് തന്നെ വലിയ സൂഫിച്ചീന്നാണ്. എന്താ വിളിക്കല്? നല്ല സൂഫികളായ ആൾ എന്താ വിളിക്കല്? അതിനെന്തും പേരൊന്നുമില്ലേ? ആണുങ്ങളാണ് സൂഫി എന്ന് പറയും, പെണ്ണുങ്ങളാണ് എന്താ പറയും? ജുമ്മന്ന സൂഫിച്ചെന്ന് തന്നെ പറയും അല്ലേ? കുഴപ്പമില്ല. നിങ്ങൾ കുറച്ച് പഞ്ചാരക്ക് തെല്ല് പഞ്ചാര എന്ന് പറയുന്ന ആളല്ലേ നിങ്ങൾ? നമ്മുടെ നാട്ടിൽ തെല്ല് എന്ന് പറഞ്ഞത് ഏതാ? ഈ സ്റ്റേജിന്റെ തെല്ല് വക്ക് എന്ന് അതിനാ പറയാ. തെല്ല് പഞ്ചാര എന്ന് പറയുന്നത്. കട്ടൻ ചായക്ക് കണ്ണൻ ചായ നിങ്ങൾ പറയും അല്ലേ? കണ്ണൻ ആളുകളുടെ പേരല്ലേ കണ്ണൻ എന്നൊക്കെ പറഞ്ഞാല്. സമദ് എന്ന് പറയുന്ന ഒരാൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിൽ സംഖ്യ. അള്ളാഹുവേ, മാതാപിതാക്കളുടെ കബറിടം നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാഹ്. ഇനി ഞാൻ ചോദിക്കാനൊന്നും നിൽക്കണ്ട, സ്റ്റേജിലുള്ള എങ്ങൾക്കൊക്കെ കൊടുക്കുക. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആഫിയത്തിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് കൊടുക്കുക, മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ കബറിടം വെളിച്ചമാവാനും കൊടുക്കുക. അതേപോലെ പെണ്ണുങ്ങളുടെ ഭാഗത്തുനിന്നൊന്നും വന്നിട്ടില്ല. നമ്മൾക്ക് മാതാപിതാക്കളോട് കടപ്പെട്ടവരാണ്. മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. എന്തെങ്കിലും ഒരു സംഖ്യ മനസ്സിൽ കരുതിയിട്ട് ഇങ്ങനെ ഏൽപ്പിക്കുക സംഘാടകർ. നമ്മൾക്ക് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഞാൻ പിരിയാണ്, എനിക്ക് കുറേ നിട്ടുന്നില്ല, സമയം കഴിഞ്ഞു. ഇവരൊറ്റൊരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ നിർത്തും ഇൻഷാ അല്ലാഹ്. ഉസ്മാൻ ഇബ്നു സൗദ എന്നവർ പറയുകയാണ്, അദ്ദേഹത്തിന്റെ മാതാവ് വലിയ സൂഫിയായ ഒരു ഉമ്മയായിരുന്നു. ആളുകൾ വിളിക്കുന്നത് റാഹിബ എന്നാണ്. റാഹിബ എന്ന് പറഞ്ഞാൽ സൂഫിച്ചി എന്നാണ് അർത്ഥം. റാഹിബ എന്നാണ് ആളുകൾ അവളെ വിളിച്ചിരുന്നത്. ആ പെണ്ണ് മരിക്കാൻ കിടക്കുകയാണ്, വയസ്സായി മരണത്തോട് മല്ലിടുകയാണ്. ആ സമയത്ത് ആ മാതാവ് അല്ലാഹുവേ ലാ തൗഹിഷ്നി ഫീ ഖബ്രി, എന്നെ ഖബറിൽ നീ ഒറ്റപ്പെടുത്തരുത് റബ്ബേ, എന്നെ ഖബറിൽ നീ ഒറ്റപ്പെടുത്തരുത് റബ്ബേ എന്ന് ദുആ ചെയ്തു. ഫമാതത്ത്, അങ്ങനെ മരണപ്പെടുകയും ചെയ്തു. മകൻ പറയുകയാണ്, എന്റെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം എല്ലാ ജുമഅയിലും എല്ലാ വെള്ളിയാഴ്ചയിലും ഞാൻ എന്റെ ഉമ്മയുടെ ഖബറിടത്തിലേക്ക് പോകാറുണ്ട്. മൻസാറ ഖബ്റ വാലിദൈഹി ഔ അഹദഹുമാ യൗമൽ ജുമഅ, വെള്ളിയാഴ്ച ദിവസം ഒരാൾ ഉമ്മയുടെയോ ഉപ്പയുടെയോ ഖബറിടത്തിലേക്ക് പോയാൽ ഫഖറഅ യാസീൻ, അവിടെ പോയിട്ട് യാസീൻ ഓതിയാൽ ഗഫറ ലഹു, ആ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എല്ലാ വെള്ളിയാഴ്ചയും മാതാപിതാക്കളുടെ ഖബറിടത്തിലേക്ക് പോയി ദുആ ചെയ്യണമെന്നാണ്. അത് മാതാപിതാക്കൾ കാണുമെന്നാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് ഖബറിടത്തിലേക്ക് എത്തുന്നത് വരെ മാതാപിതാക്കൾ നോക്കി നിൽക്കുമെന്നാണ്. നിങ്ങളുടെ ദുആ കണ്ടിട്ട് അവർ സന്തോഷിക്കുമെന്നാണ്. അവിടെയുള്ള അയൽവാസികളുമായിട്ട് അവർ ചർച്ച ചെയ്യുമെന്നാണ്. അതുകൊണ്ട് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യണേ, മരണപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. അല്ലാഹു തആല മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും ദുആ ചെയ്യാൻ വേണ്ടി ഞാൻ പോകാറുണ്ട്. അങ്ങനെ ഞാൻ ഉമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഒരു ദിവസം ഞാൻ എൻ്റെ ഉമ്മയെ സ്വപ്നം കാണുകയാണ്. സ്വപ്നം കണ്ട സ്വാഭാവികമായിട്ട് ചോദിക്കില്ല, ഉമ്മ ഖബർ എങ്ങനെ ചോദിക്കൂലേ? ഞാൻ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ കൈഫ അൻതി, നിങ്ങളുടെ ഖബറിന്റെ അവസ്ഥ എന്താ ഒന്ന് പറഞ്ഞുതരൂ. ഉമ്മ പറഞ്ഞു, മോനെ ഇന്നലിൽ മൗതി ലഖുർബത്തുൻ ശദീദ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് മോനെ, മരണത്തിന് അസഹനീയമായ വേദനയുണ്ട് മോനെ, മരണത്തിന് എന്തെന്നില്ലാത്ത വേദനയുണ്ട് മോനെ. എന്നാൽ ഇന്ന് ഖബറിടം എന്റേത് വളരെ സന്തോഷമാണ് മോനെ, ഒരു പ്രയാസവുമില്ല, എന്റെ ഖബറിടം വളരെ സന്തോഷമാണ്. ഇവിടെ റൈഹാനുണ്ട്, ഇവിടെ സുന്ദുസുണ്ട്, ഇവിടെ മുത്തുകളുണ്ട്, പവിഴങ്ങളുണ്ട്, നല്ല സുഗന്ധങ്ങളുണ്ട്, നല്ല അയൽവാസികളുണ്ട്. ഇവിടെ എനിക്കൊരു പേടിയുമില്ല, ഖബറിടത്തിൽ എനിക്ക് ഇവിടെ ഒരു പേടിയുമില്ല. അപ്പോഴാണ് മകൻ ചോദിച്ചത്, ഉമ്മാ അലക്കി ഹാജ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഈ മകനിൽ നിന്ന് നിങ്ങൾക്ക് വല്ലതും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ആ സമയത്താണ് ഉമ്മ പറഞ്ഞത്, ലാ തദഅ മാ അൻത അലൈഹി മിൻ സിയാറത്തിനാ, മോനെ ഈ സിയാറത്ത് നീ ഒരിക്കലും ഒഴിവാക്കരുത് മോനെ, ഈ പ്രാർത്ഥന നീ ഒരിക്കലും ഒഴിവാക്കരുത് മോനെ. എന്നും നീ പ്രാർത്ഥിക്കണം, എന്നും നീ ദുആ ചെയ്യണം, എന്നും നീ സിയാറത്ത് ചെയ്യണം മോനെ. കാരണം എല്ലാ വെള്ളിയാഴ്ച ദിവസവും നീ വീട്ടിൽ നിന്നിറങ്ങിയാൽ എനിക്ക് സന്തോഷ വാർത്ത ലഭിക്കാറുണ്ട്. എന്തെന്നറിയോ? നീ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ തന്നെ
എന്റെ കബറിടത്തിലേക്ക് കടന്നു വന്നിട്ട് യാ റാഹിബ, അല്ലയോ റാഹിബ, നിന്റെ മകൻ വീട്ടിൽ നിന്ന് നിന്നെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ സന്തോഷിച്ചോളൂ എന്ന് എന്റെ കബറിടത്തിലേക്ക് ഒരു വിളിയാളം വരാറുണ്ട്. ഞാൻ സന്തോഷിക്കും അങ്ങനെ കേട്ടാൽ. എന്റെ ചുറ്റുഭാഗങ്ങളിലുള്ള കബറാളികൾ നിന്റെ വരവ് കൊണ്ട് സന്തോഷിക്കും. അതുകൊണ്ട് പൊന്നുമോനെ, ഒരിക്കലും നീ ദുആ നിർത്തരുത്, ഒരിക്കലും നീ പ്രാർത്ഥന നിർത്തരുത് എന്ന് മഹാനായ ആ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട്, സാബിത്ത് മാനായ ഉസ്മാൻ ഇബ്നു സൗദ എന്നവരോട് അദ്ദേഹത്തിന്റെ മാതാവ് പറയുകയാണ്, അഥവാ നിങ്ങൾ കൊടുക്കുന്ന 10,000 നഷ്ടമല്ല, നിങ്ങളുടെ മാതാവ് കാണുമെന്നാണ്, നിങ്ങളുടെ പിതാവ് കാണുമെന്നാണ്, നിങ്ങളുടെ ദുആ നഷ്ടമല്ല, അത് അവരുടെ കബറിടത്തിലേക്കുള്ള നേട്ടമാണ്. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളോട് അവസാനമായി ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ്, സ്ത്രീകളോട്, സഹോദരിമാരോട്, സ്റ്റേജിലുള്ള ആളുകളോടൊക്കെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ പേരിൽ എന്തെങ്കിലും ഒരു സ്വതക്ക ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോളൂ. കാരണം നാളെ മരണപ്പെട്ടാൽ നമ്മൾക്ക് വേണ്ടി നമ്മുടെ മക്കൾ ദുആ ചെയ്യണമെങ്കിൽ മക്കളുടെ മുമ്പിൽ വെച്ച് തന്നെ കൊടുത്തോളൂ. നമ്മുടെ മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ മക്കൾ ഈ സദസ്സിലുണ്ടാകും, ചുറ്റുഭാഗങ്ങളിലുണ്ടാകും. നിങ്ങളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടവരാണെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് കൊടുത്തോളൂ, നിങ്ങൾക്ക് കഴിയുന്നൊരു സംഖ്യ. എന്നാൽ ആ മക്കൾ പഠിക്കും, എന്റെ പിതാവിന്റെ ഉപ്പാപ്പയ്ക്ക് വേണ്ടി സ്വതക ചെയ്തിട്ടുണ്ട്, എന്റെ പിതാവിന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും നാളെ എന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി സ്വതക ചെയ്യണമെന്നുള്ള ചിന്ത നമ്മുടെ മക്കൾക്കുണ്ടാകും. അതുകൊണ്ട് കൊടുത്തോളൂ. ഞാൻ ഒരാളെയും ഇവിടെ നിർബന്ധിപ്പിക്കുന്നില്ല. നിങ്ങൾ അറിഞ്ഞു കൊടുക്കുന്ന സ്വതകകൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ കബറിടത്തിലേക്ക് എത്തുമെന്ന് 100% ഉറപ്പാണ്. അതുകൊണ്ട് അവർ സന്തോഷിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അവർ രക്ഷപ്പെടുമെന്നും ഉറപ്പാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സുലൈമാൻ ഹാജി, പിന്നെ സുലൈമാൻ 16 എന്നുള്ളവർ ഒരു സംഖ്യ. ഇനി ആരോ ഒരു 5000 കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ സദസ്സിലുണ്ടോ? 5ഓ 10ഓ ആരെങ്കിലും കൊടുക്കാൻ താല്പര്യമുള്ള സദസ്സിലോ സ്റ്റേജിലുണ്ടോ? ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ പിരിവെടുത്ത് പ്രസിഡന്റിനെ പിടിച്ചിട്ടാണ്. ഇപ്രാവശ്യം പ്രസിഡന്റ് പറഞ്ഞു അതല്ല സിറാജുദ്ദീൻ ഖാസിമി കൊണ്ടുപോയി അല്ലേ? ആരെങ്കിലും ഇങ്ങനെ കൊടുത്താ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തോളിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മാതാപിതാക്കളെ മരിക്കണമെന്നില്ല, ജീവിച്ചിരിക്കുന്നവരുടെ ആഫിയത്തിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടും കൊടുക്കുക. എന്തെന്നറിയോ? അവർക്ക് ആഫിയത്ത് ഉണ്ടായാൽ ലാഭം നമ്മൾക്ക് തന്നെയാണ്. മാതാപിതാക്കൾക്ക് അസുഖമായാൽ ആരാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത്? നമ്മളാണ്. അവർക്കൊരു അസുഖം, പനി വന്നാൽ നമുക്ക് 10,000 ചിലവുണ്ട്, അവർക്കൊരു ക്യാൻസർ വന്നാൽ ലക്ഷങ്ങൾ ചിലവുണ്ട്. അതുകൊണ്ട് പടച്ചോനെ ഞാനൊരു 2000 രൂപ കൊടുക്കുക, ഒരു അസുഖം അവർക്ക് കൊടുക്കല്ലേ. പൈസ പേടിച്ചിട്ടല്ല, മാതാപിതാക്കളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. അള്ളാഹുവിന്റെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണം പടച്ചോനെ, മാറാരോഗങ്ങൾ കൊടുക്കല്ലേ. അങ്ങനെ ഒരു നിയ്യത്തോടുകൂടി നല്ലൊരു സംഖ്യ ആരെങ്കിലും ഉണ്ടോ? ആഫിയത്ത് മരണപ്പെട്ടവരാണെങ്കിൽ അവരുടെ കബറിടത്തിലേക്ക് വേണ്ടി. ഉറുസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റിന്റെ അമ്മായി മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അള്ളാഹുവേ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ഒന്നെണീറ്റേക്ക് എല്ലാവരും. കഴിയുമെങ്കിൽ ആ താഴെയുള്ള ആളുകൾക്കൊന്നും മീത്ത കയറി വന്നെടുത്തുക. ഇനി കസേരക്കെ മതിന് അടുത്തു നിൽക്കുക. അടുത്ത് ചുറ്റുഭാഗത്ത് കൂടി തിരക്കുള്ളവരൊക്കെ പോയിക്കോളൂ. അല്ലാത്തവരൊക്കെ വന്ന് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആത്മാർത്ഥമായിട്ട് നിങ്ങളെ ആമീൻ പറയണം. സൈഡിലുള്ള ആളുകളൊക്കെ കഴിയുമെങ്കിലും വന്നിട്ട് നിങ്ങൾ ആമീന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ പുറത്തുനിന്നാലും അതിന്റെ ഒരു ബർക്കത്തില്ല, ഹുർമത്തില്ല. അതുകൊണ്ട് അടുത്ത് വന്നിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ഇഖ്ലാസിൽ നല്ല ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തിട്ട് പിരിയാം. മരണപ്പെട്ട പിതാവിന്റെ പേരിൽ, അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന മാതാവിന്റെ പേരിൽ അല്ലാഹുവേ മരണപ്പെട്ടു പോയ പിതാവിന്റെ കബറിടം നീ വെളിച്ചമാക്കണേ റബ്ബേ, വിശാലമാക്കണേ അല്ലാ, സ്വർഗീയമാക്കണേ റബ്ബേ. ജീവിച്ചിരിക്കുന്ന മാതാവിന് ആഫിയത്തും ആരോഗ്യവും നീ നൽകണേ റബ്ബേ. മാറാരോഗങ്ങളിൽ നിന്ന് നീ കാക്കണേ അല്ലാ. ജമാലാജി പോയാ 1000 രൂപ ഒരാള് മരണപ്പെട്ടു പോയവരുടെ പേരില്ല. അല്ലാഹുവേ മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ നീ വെളിച്ചമാക്കി സ്വർഗീയമാക്കി കൊടുക്കണേ അല്ലാ, വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ജീവിതത്തിൽ ചെയ്ത തെറ്റുകുറ്റങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഇനി ആരെങ്കിലും 2000 വെച്ചിട്ട് കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? മരണപ്പെട്ടു പോയ മാതാപിതാക്കള് 2000 കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ സദസ്സിൽ? ഉണ്ടെങ്കിലും ഒന്ന് നോക്കട്ടെ, കാണാൻ വേണ്ടിയിട്ടാണ്. പതുക്കെ കൊടുത്താൽ മതി, സൗകര്യം പോലെ കൊടുത്താൽ മതി. ഉണ്ടെങ്കിലും ഞാൻ നിർബന്ധിപ്പിക്കൊന്നുമല്ല. ഒരാളുണ്ട് അൽഹംദുലില്ലാ. വേറെ ആരുള്ള? 2 ആളുണ്ട് അൽഹംദുലില്ലാ. 3 ആള് 4 ആള് 4 ആളായി. കൊടുത്തോളൂ കേട്ടോ, മാതാപിതാക്കൾക്ക് വേണ്ടി കൊടുത്തോളൂ. ഇതൊന്നും നിങ്ങൾക്ക് നഷ്ടാവില്ല. അത് നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് അതിന് പകരം 100 ഇരട്ടി തരും. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് ആഫിയത്തിന് കൊടുക്കുക, മരണപ്പെട്ടവരാണെങ്കിൽ കബറിടത്തിന്. ഞാൻ എല്ലാ സദസ്സിലും ഇത്തരം സദഖകൾ എന്തിനെന്നറിയാതെ
മരണപ്പെട്ടു പോയാൽ അവർക്ക് നമ്മുടെ ദ്വാ അല്ലാതെ വേറെ ഒരാളെ ദ്വാ ഉണ്ട്. പിന്നെ എൻ്റെ ഉമ്മ മരണപ്പെട്ടാൽ നിങ്ങൾ പുത്തൂർ മുക്കയിലുള്ള കലിയുദ്ധവിൻ്റെ ഉമ്മ മരണപ്പെട്ടിന് പഠിച്ചോനെ പുറത്തു കൊടുക്കുന്ന പറഞ്ഞിട്ട് നിങ്ങളൊരാൾ നമുക്ക് തോന്നില്ല ദ്വാ ചെയ്യുന്നു. അപ്പോൾ ദ്വാ ചെയ്തേക്കാം, പിന്നെ മറക്കും. എന്നാൽ എൻ്റെ ഉമ്മയ്ക്ക് ദ്വാ ചെയ്യാൻ ഞാനേ ഉണ്ടാവുള്ളൂ, ഞാനും എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ഉമ്മക്ക് ദ്വാ ചെയ്യാൻ നിങ്ങളും നിങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരുണ്ട്, വേറൊരാളും ദ്വാ ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പലർക്കും മറന്നു പോവാണ് ഈ വിഷയങ്ങളൊക്കെ. ഉമ്മാക്ക് ഉപ്പാക്ക് ദ്വാ ചെയ്യണം എന്നുള്ള വിഷയം മറന്നു പോവാൻ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്താൻ എല്ലാ സദസ്സിലും നിങ്ങൾ മറക്കരുത്, മാതാപിതാക്കളെ മറക്കരുത്, മാതാപിതാക്കളെ മറക്കരുത്. അവർക്ക് എന്തെങ്കിലും സ്വതൊക്കെ ചെയ്ത് ദ്വാ ചെയ്യ്. ഇൻഷാ അല്ലാഹ് 4-5 ആളുകൾ. പിന്നെ ആരെങ്കിലും ഉണ്ടോ? വേറൊരാൾ 6. നമ്മുടെ ഉസ്താദ് ജീവിച്ചിട്ടുണ്ടല്ലേ? ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കളുടെ ആഫിയത്തിന് വേണ്ടി ഒരു സംഖ്യ ഉസ്താദ് ഏറ്റെടുത്തു. അല്ലാഹുവേ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ റബ്ബേ, അർഹമുർ റഹീമായ റബ്ബേ, ആരോഗ്യം നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ. ഈ കൈപൊക്കിയ ആളുകൾക്ക് ഒന്നുകിൽ മരണപ്പെട്ടവരായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരായിരിക്കും. അല്ലാഹുവേ മരണപ്പെട്ടു പോയവരാണെങ്കിൽ അല്ലാഹുവേ ഇന്നത്തെ രാത്രി തന്നെ നീ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. ആത്മാർത്ഥമായിട്ട് ആമീൻ പറയ്, ഇഖ്ലാസോട് കൂടി ആമീൻ പറയ്. ഞാൻ ഇതന്നെയാണ് ദുആ, ഇനി വേറെ പ്രത്യേകമായ ദുആ ഇല്ല, ഇതന്നെയാണ് ദുആ. അല്ലാഹുവേ മരണപ്പെട്ടു പോയവരാണെങ്കിൽ ഖബറിടത്തിൽ വല്ല ശിക്ഷയും അനുഭവിക്കുന്നുവെങ്കിൽ ഈ മഹത്തായ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് ഇന്നത്തെ രാത്രി തന്നെ ശിക്ഷയെ നീ ഉയർത്തണേ അല്ലാ. അല്ലാഹുവേ അവരാരും നിന്നോടുള്ള ധിക്കാരം കൊണ്ടോ നിന്നോടുള്ള വെല്ലുവിളിയായിട്ടോ തെറ്റു ചെയ്തിട്ടില്ല എന്നറിയാം. അല്ലാഹുവേ ഞങ്ങൾക്ക് ഉറപ്പാണ് അവരാരും നിന്നോടുള്ള ധിക്കാരം കൊണ്ട് നിന്നോടുള്ള വെല്ലുവിളിയായിട്ടൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. അനിയന്ത്രിതമായി വന്നുപോയ തെറ്റുകളാവാം. അതുകൊണ്ട് റബ്ബേ ഈ സാധുക്കളായ മക്കളുടെ സംഭാവന അവരുടെ ഖബറിടത്തിലേക്ക് എത്തിച്ചു കൊടുക്ക് റബ്ബേ. ഖബറിടം ഇന്നത്തെ രാത്രി തന്നെ വിശാലമാക്കി കൊടുക്ക് റബ്ബേ, വെളിച്ചമാക്കി കൊടുക്ക് റബ്ബേ, സ്വർഗീയ കവാടങ്ങൾ തുറന്നു കൊടുക്ക് റബ്ബേ. എന്നിട്ട് അവർ നിന്നോട് ചോദിക്കണം എങ്ങനെയാണ് എന്റെ ഖബറിടം ഇന്ന് മാറിയത് എന്ന്. അപ്പൊ നീ പറയണം മക്കളുടെ പ്രാർത്ഥനയാണ് എന്ന്. ഈ മക്കളുടെ പ്രാർത്ഥന കണ്ടിട്ട് മാതാപിതാക്കൾ സന്തോഷിക്കണം. എന്നിട്ട് അവരുടെ തൃപ്തി ലഭിക്കുന്നവരിൽ ഞങ്ങൾക്ക് ഉൾപ്പെടണം റബ്ബേ. മാതാപിതാക്കളുടെ തൃപ്തി ലഭിച്ചവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഇനി സ്വർഗമാണവർക്ക് നീ നൽകിയതെങ്കിൽ ഉന്നതമായ ദറജ നീ നൽകണേ അല്ലാ. അദാബില്ലാത്ത ഹിസാബില്ലാത്ത സ്വർഗം നൽകണേ റബ്ബേ. അഷ്റഫ് പാട്ടർകോടി സംഖ്യ നല്ല സംഖ്യ. അല്ലാഹുവേ മരണപ്പെട്ടവരാണെങ്കിൽ ഖബറിടം വെളിച്ചമാക്കി കൊടുക്ക് റബ്ബേ. അല്ലാഹുവേ മരണപ്പെട്ടവരാണെങ്കിൽ ഖബറിടം വെളിച്ചമാക്കി കൊടുക്ക് റബ്ബേ, വിശാലമാക്കി കൊടുക്കണേ അല്ലാ, സ്വർഗീയമാക്കി കൊടുക്കണേ റബ്ബേ. ജീവിതത്തിൽ ചെയ്ത തെറ്റുകുറ്റങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഇബ്രാഹിം ലഞ്ചലാടി എന്ന് പറയുന്ന ഒരാൾ 2000 രൂപ. സഹോദരിമാരെ നിങ്ങളുടെ ഭാഗത്തു നിന്നൊന്നും വരുന്നില്ലല്ലോ, നിങ്ങൾക്ക് മാതാപിതാക്കളോട് സ്നേഹമൊന്നുമില്ല. പെണ്ണുങ്ങളെ ഭാഗത്തുനിന്നൊന്നും വന്നിട്ടില്ല. പൊതുവെ സഹോദരിമാരാണ് നല്ലൊരു മാതാപിതാക്കളുടെ പേരിലൊക്കെ ഹദിയ ചെയ്യുന്നവർ, സംഭാവന ചെയ്യുന്നവർ. സ്വർണ്ണാഭരണങ്ങൾ നിങ്ങളുടേതാണെങ്കിൽ കൊടുക്കുക, പുതിയാപ്പിള സ്വർണ്ണാഭരണ സമ്മതമില്ലാതെ കൊടുക്കണ്ട. കുറെ ആളുകൾ 100, 110, 313, 3313, 320, 1100, അതുപോലെ തന്നെ 111, 350, ഇങ്ങനെ പല ആളുകൾ പല സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. വേറെ ഉണ്ടോ? ഇനിയുണ്ടോ? ഇനി സംഭാവന ഉണ്ടോ? 4000 രൂപ ഒരാളുണ്ടല്ലേ, അഞ്ചലാടി 4000 രൂപ. ഇനിയുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ 1000 കൊടുക്കാൻ പറ്റിയ ആളുകളുണ്ട്? 1000 കൊടുക്കാൻ പറ്റിയ ആളുകൾ നിർബന്ധിച്ചിട്ട് കൊടുക്കണമെന്നില്ല കേട്ടോ. ഞാൻ ചോദിക്കുന്നത് ചിലപ്പോൾ ചില ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും കൊടുക്കാൻ, മാതാപിതാക്കൾക്കൊക്കെ ദുആ ചെയ്യാൻ, അവർ മാത്രം പൊക്കിയാൽ 1000 രൂപ കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും കൈ പൊക്കിയ ഒരാൾ പതുക്കെ കൊടുത്താൽ മതി. നിങ്ങൾ ഇന്നെ കൊടുക്കണമെന്നൊന്നുമില്ല, പതുക്കെ 1 മാസത്തിനുള്ളിലോ നിങ്ങളിങ്ങനെ പതുക്കെ കൊടുത്താൽ മതി. നിങ്ങൾ കൊടുത്ത പൈസ നിങ്ങൾക്ക് ഇഷ്ടാവില്ല, അത് ഞാൻ ഉറപ്പ് തരാം. നിങ്ങൾ 2000 കൊടുത്താൽ ഈ മാസം തന്നെ 2000-ൽ കൂടുതൽ വരുമാനം നിങ്ങൾക്ക് കാണും. റൈൻകൊൽപ്പ് ഇവിടെ ഉണ്ടോ? എടുത്തു റൈൻകൊൽപ്പ് 2000 രൂപ. 1000 രൂപ ഒരു പെണ്ണുങ്ങൾ 1000 രൂപ, ഒരു സ്ത്രീ 1000. പിന്നെ ഖാദർ മുസ്ലിയാർ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിൽ നല്ലൊരു സംഖ്യ. ഖാദർ മുസ്ലിയാർ 1000 കൊടുക്കുന്ന ആൾ കഴിഞ്ഞോ? ഞാൻ എല്ലാവർക്കും ചാൻസ് തരും കേട്ടോ, പേടിക്കണ്ട. 1000 കൊടുക്കുന്ന ആൾ കഴിഞ്ഞോ? 2 ആൾ. അതിനടുത്ത ആൾ ഏറ്റവും നിങ്ങൾ കൊടുത്താൽ മതി കേട്ടോ, നിങ്ങൾ സ്വയം അറിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇനിയുണ്ടോ? ഒരാൾ. അടുത്ത ആൾ. പിന്നെ വേഗം സമയം ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെയുണ്ടോ? കഴിഞ്ഞു. 500 കൊടുക്കാൻ പറ്റിയ ആളുകളുണ്ടോ? കൊടുക്കണം, എന്തെങ്കിലും 100എങ്കിലും കൊടുത്തോ. എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, എനിക്ക് പോരാട്ടാൻ വല്ലത് നിങ്ങളെ മാതാപിതാക്കളുടെ പേരിലാണ്. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എല്ലാ സദസ്സിലും ഞാൻ ഒരു ദിവസം ഫേസ്ബുക്കിൽ ഒരാൾ മെസ്സേജ് അയച്ചെന്നറിയോ, അതൊക്കെ കുഴപ്പമില്ല, നിങ്ങൾ അവസാനം വെച്ചിട്ട് 2000 ചോദിക്കൂലേ, അത് ഇത്ര പാങ്ങില്ല എന്ന് പറഞ്ഞു. എന്നോട് ഒരാൾ മെസ്സേജ് അയച്ചു, അവസാനം വെച്ചിട്ട് 2000 എല്ലാ സദസ്സിലും ചോദിക്കലുണ്ട്, അത്ര ഒരു പാങ്ങില്ല എന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ ചോദിക്കുന്നത്, അലുദവിൻ്റെ വീടെടുക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ചോദിക്കുന്നത്. അത് ചോദിക്കുന്ന എന്തിനെന്നെങ്കിൽ പള്ളി അല്ലെങ്കിൽ മദ്രസ സ്ഥാപനങ്ങൾ
പരിപാടിൻ്റെ ചിലവ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് എന്താണ് ഇഷ്ടമുള്ളത്? ഇഷ്ഫഉ തുജറു, നിങ്ങൾ റെക്കമെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കൂലി കിട്ടുമെന്നല്ല പറഞ്ഞത്. ഞാൻ കഴിവിൻ്റെ അത് ചോദിക്കുക, എനിക്ക് വേണ്ടി ഞാൻ ചോദിക്കൂല. ഞാൻ വീടെടുക്കുന്നുണ്ട്, നിങ്ങൾ പൈസ തരണോ ഞാൻ പറയില്ല. എൻ്റെ എനിക്ക് വേണ്ടിയിട്ട് സ്ഥാപനത്തിൽ ചോദിച്ചേക്കാം, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പിരിവ് കൊടുക്കില്ല എന്തായാലും. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ചോദിക്കും 1000 500 കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് 500 കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ കൊടുത്തോളൂ, ഇല്ലെങ്കിൽ പതുക്കെ കൊടുത്താൽ മതി. 500 കൊടുക്കാൻ പറ്റിയ ആളുകൾ, 100 കൊടുക്കാൻ പറ്റിയ ആളുകൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കയ്യിലുണ്ടെങ്കിൽ പോകുമ്പോൾ കൊടുത്തോളൂ, ഇല്ലെങ്കിൽ പതുക്കെ കൊടുത്താൽ മതി. ഒരു 100എങ്കിലും ജീവിച്ചിരിക്കുന്നവരായാലും മരണപ്പെട്ടു പോയവരായാലും ഒരു 100എങ്കിലും എല്ലാവരും ഹദിയ ചെയ്യാം. മരണപ്പെട്ടു പോയ ആളുകളുടെ പേരിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ, മരണപ്പെട്ടു പോയ പിതാവിനും ജീവിച്ചിരിക്കുന്ന ഉമ്മയുടെ ആഫിയത്തിനും വേണ്ടി ഇബ്രാഹിം എന്നവർ അള്ളാഹുവെ ആഫിയത്തും ആരോഗ്യവും ഉമ്മയ്ക്ക് നീ നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയ പിതാവിന്റെ ഖബറിടം നീ വെളിച്ചമാക്കി സ്വർഗീയമാക്കി കൊടുക്കണേ റബ്ബേ. എനിക്ക് വയസ്സന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്നോട്ടെ, വയസ്സന്മാരൊക്കെ ഇരുന്നുണ്ടെങ്കിൽ ഇരുന്നോളൂ, നല്ല ക്ഷീണമുള്ള വയസ്സന്മാരുണ്ടെങ്കിൽ ഇരുന്നോളൂ, സ്റ്റേജിലുള്ള ആളൊക്കെ ഇരിക്കും, ഉസ്താമാരൊക്കെ ഇരിക്കും. ഇവിടെ നല്ല വയസ്സ് പിള്ളമാരൊക്കെ നിന്നോളൂ, കുഴപ്പമില്ല. ഞാൻ 2 മണിക്കൂർ 2.5 മണിക്കൂറായി ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് കുറച്ച് സമയം നിങ്ങൾ നിൽക്കുക. അപ്പോൾ എന്നെ എത്ര വിനയുണ്ടെന്ന് അറിയാം. അങ്ങനല്ല മൊയ്ലാമാർ വേല പറഞ്ഞിട്ട് പൈസ 50,000 മുലച്ചൊല്ലം വാങ്ങിക്കൊണ്ട് പോകുന്നു അറിയില്ലേ. സിനിമ നടന്മാർക്ക് നാടൻ മുറിച്ചാൽ കൊടുക്കുന്ന 2 ലക്ഷം, നമ്മുടെ റൂമിൻ്റെ ചിലവ് 30,000 40,000 പറയാം. എന്നിട്ട് മൊയ്ലാമാർ 10,000 5,000 വാങ്ങുന്നതിന് കുഴപ്പമുണ്ടാക്കുന്ന ഇവിടെ. അവർ വാങ്ങുന്നില്ല, ആരെങ്കിലും തൃപ്തിയോട്ട് കൊടുക്കുന്നുണ്ടാവും. അതിനെന്തിന് വെറുതെ കുഴപ്പമുണ്ടാക്കുന്നു അല്ലേ. അപ്പം ഞാനേ ഓൺലൈനൊന്നും ഇല്ലാതുകൊണ്ട് ഞാനൊരിക്കലും ബാർബർ ഷോപ്പിൻ്റെ ഒരു വിഷയം പറഞ്ഞിരുന്നു. പഠിച്ചോനെ തുരുതുരാ പോണ് ബാർബർമാരെല്ലാം സംഘടിതമായിട്ട് എനിക്ക് വിളിക്കുക. ഞങ്ങളങ്ങനെ വില കൂട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞാണ്. സത്യത്തിൽ ഞാൻ പോകുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു, അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റും. ഒരു സ്ഥലം, ഞാൻ സ്ഥലമൊന്നും പറയില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുതിയ പോകുമ്പോഴൊക്കെ പുതിയ നിരക്കുന്നുണ്ടാവും. അതങ്ങനെ 150 160 എത്തിയിട്ടുണ്ട് മൊത്തത്തിൽ. കുറച്ച് മുമ്പ് 1 വർഷം മുമ്പ് ഞാൻ പറഞ്ഞാണ്. അപ്പോൾ ഞാനിതിങ്ങനെ തമാശയ്ക്ക് പറഞ്ഞു. പക്ഷെ ആരോ ഒരാൾ വീഡിയോ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ബാർബർമാർക്ക് അയച്ചു കൊടുത്തു. പഠിച്ചോനെ എവിടെ നിന്നൊക്കെ ഫോൺ വന്നെന്ന് അറിയാം. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫോൺ എടുക്കാൻ സമയമുണ്ട്. ഞാൻ സ്വിച്ച് ഓഫ് ഒന്നും ആക്കിയിട്ടില്ല, എല്ലാ ഫോണും ഞാൻ എടുത്തു. അപ്പോൾ എല്ലാവരും വലിയ വിഷമങ്ങൾ പറഞ്ഞു. വേദ കേൾക്കുന്ന എത്രയോ മുസ്ലിങ്ങൾക്ക് ഇഷ്ടംപോലെ ഉണ്ട് ബാർബേഴ്സായിട്ട്. അവരൊക്കെ വലിയ വിഷമം, വേദമൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളുകളാണ്. അങ്ങനെ അവർ വിളിച്ച് എന്നിട്ട് തളിപ്പറമ്പിൽ ഞാനൊരു വേദന പോയപ്പോൾ ഒരു ബാർബർ യൂണിയൻസ് അവരെ വീട്ടിലേക്കൊക്കെ ക്ഷണിച്ചു, ഭക്ഷണമൊക്കെ തന്നു, സ്വീകരിച്ചു. എന്നിട്ട് ഞാൻ അടുത്ത വേദന പറയുകയും ചെയ്ത് എൻ്റെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്കാണത്, നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാപ്പ് ചോദിക്കുകയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത്. അത് നമ്മുടെ ഭാഗത്തു നിന്നൊരു പറയാൻ പാടില്ലാത്തൊരു വിഷയമായിരുന്നു. വില അവർ ജീവിച്ചോട്ടെ, നമ്മളെന്തിന് വെറുതെ അവരുടെ കഞ്ഞിൽ എല്ലിടുന്നു, അതാണ് പറയാൻ പറ്റാത്തൊരു വിഷയമായിരുന്നു. അതേപോലെ ഓപ്പറേറ്റർമാർ ഇപ്പോൾ 2-3 ആളായി വിളിക്കാൻ തുടങ്ങിയിട്ട്, നിങ്ങളിപ്പോൾ മൈക്കിന് കംപ്ലൈൻറ്റ് പറയുമെന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ തുടങ്ങിയിട്ട്. ഇവരെല്ലാവരും യൂണിയനാണ്, നമ്മളൊരു യൂണിയൻ ആക്കുന്നത്, മൊയ്ലാമാരെല്ലാം കൂടിയിട്ട് യൂണിയൻ ആക്കുന്നത്. മൊയ്ലാമാരെ കുറ്റം പറഞ്ഞാൽ അവരെ വിളിച്ച് നമ്മളും ചീത്ത പറയാൻ പോവാണ്. മൊയ്ലാമാരെ കുറ്റം പറയും, ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഓരോരോ കുറ്റം പറയില്ലേ, നമ്മളും പിടിച്ചിട്ട് യൂണിയൻ ആക്കിയിട്ട് എല്ലാത്തിനും പിടിച്ചിട്ട് 4 ഭീഷണിപ്പെടുത്താനായിട്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് യൂണിയൻ നമുക്ക് ആക്കാൻ കഴിയുമേ, അവർക്ക് മാത്രമൊന്നല്ല, നമ്മൾക്കൊക്കെ യൂണിയൻ ആക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ വേറെ എന്തെങ്കിലും സേ കഴിഞ്ഞില്ല, ഞാൻ ദുആ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. സ്ത്രീകളൊക്കെ ഇന്നില്ലെങ്കിലും നാളെ ഇരിക്കണമെന്ന് വേണ്ടല്ലോ, നിർബന്ധമൊന്നുമില്ല ഇരിക്കാൻ. ഞാൻ ദുആ ചെയ്യാണ്. നാളെ മറ്റേ എപ്പോൾ തീരും ഉറൂസ്? എപ്പോൾ തീരുന്നു? 18 ഉറൂസ് എപ്പോൾ തീരുന്നു? 18-ന്. ആഫിയത്തിന് വേണ്ടി 1100. അല്ലാഹുവേ ആഫിയത്തും ആരോഗ്യവും നൽകണേ റബ്ബേ. മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? 2 പേരും അല്ലാഹു ഇല്ലേ, മരണപ്പെട്ടോ? അല്ലാഹു 2 പേർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു സ്ത്രീ 500 രൂപ സലീം എന്ന് ജീവിച്ചിരിപ്പിക്കുന്ന ആഫിയത്തിന് വേണ്ടിയിട്ട് 1000 രൂപ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. അപ്പോൾ നിങ്ങൾ ഇനി 2-3 ദിവസം കൊണ്ട് ഉറൂസ് ഉണ്ടാവും, 2-3 ദിവസം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നമ്മൾ ഉറൂസ് കഴിയുന്നതിന് മുമ്പൊക്കെ ആയിട്ട് നിങ്ങൾ മാതാപിതാക്കൾ നിങ്ങൾ മറക്കരുത്. നിങ്ങൾ എന്താ ചെയ്യുക, ഇനിയും എപ്പോഴും അവർക്ക് കഴിവിൻ്റെ പരമാവധി ഖിദ്മത്ത് ചെയ്യുക. വിഷയങ്ങൾ ഇനിയും കുറേ പറയാനുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഈ സമയത്തേക്ക് 2 മണിക്കൂർ 2-3 ദിവസമൊക്കെ ഒരേ വിഷയം തന്നെ പറയണം, എന്നാലൊരു തൃപ്തിയാവുള്ളൂ. റഹീം കൊൽപ്പനെ നേരത്തെ ആരായി തോൽപ്പിച്ചേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്യട്ടെ, എല്ലാവരും നല്ല ഇഖ്ലാസോടുകൂടി ആമീൻ പറയും. പിന്നെ ചൊടിച്ച് നിൽക്കുന്ന പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും മറ്റുള്ള മാറിയെന്നുള്ളൂ, ദുആക്ക് ഇജാബത്ത് ഉണ്ടാവില്ല. ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്റ്റേജിലുണ്ടെങ്കിലും ശരി, സദസ്സിലുണ്ടെങ്കിലും ശരി, പെണ്ണുങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിലും ശരി, ചൊടിച്ചെന്ന് മനസ്സിലായില്ലേ, ചൊടിക്കാന്ന് മനസ്സിലായില്ലേ, പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മെല്ലെ മാറി നിൽക്കണം. സദസ്സിൽ നിന്ന് മാറി നിൽക്കുക, കുറച്ചപ്പുറം പോയിട്ട് ആമീൻ പറഞ്ഞാൽ മതി. കാരണം ദുആക്ക് ഇജാബത്ത് ഉണ്ടാവില്ല, മലക്കുകൾ ഇറങ്ങൂല എന്നാണ് അവരുണ്ടെങ്കിൽ. അല്ലെങ്കിൽ പഴങ്ങിയിട്ടുണ്ട്, മാറി നിൽക്കാൻ മടിയുണ്ടെങ്കിൽ ഇപ്പം തന്നെ മനസ്സിൽ നീത്ത് ചെയ്യാം, ഞാൻ ഇന്ന് തന്നെ സലാം പറയും, ഞാൻ ഇന്ന് തന്നെ മിണ്ടി, ഇനി ഞാൻ ചൊടിക്കൂല. അവൻ്റെ പേരിൽ
അവൻ്റെ ബാപ്പ ഉസ്മാൻ നസീറിൻ്റെ പേരിൽ മരണപ്പെട്ടു പോയ നസീർ എന്ന മകൻ്റെ പേര് ദുആ ചെയ്യാൻ 3313. അല്ലാഹുവേ മരണപ്പെട്ടു പോയ സുഹൃത്തിൻ്റെ ഖബറിടം നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ, വിശാലമാക്കി കൊടുക്കണേ റബ്ബേ, സ്വർഗീയമാക്കി കൊടുക്കണേ അല്ലാ. അർഹമുർ-റഹീമായ അല്ലാഹുവേ ആ മാതാപിതാക്കൾക്ക് നീ നല്ലൊരു പകരം നൽകണേ റബ്ബേ, നല്ലൊരു പകരം നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغفر لنا ولوالدينا ربنا ارحمهم كما ربونا صغارا. اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمالنا. توفنا وأهلنا مسلمين وألحقنا بالصالحين. അർഹമുർ-റഹീമായ അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണേ അല്ലാ. ചെറുതും ഉറക്കാമിൻ പറ അല്ലാഹുവേ, ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിയാതെ ചെയ്തത്, അറിഞ്ഞു ചെയ്തത്, അനിയന്ത്രിതമായി ചെയ്തത്, ബോധപൂർവം ചെയ്തത് ഞങ്ങളെല്ലാവരും നിന്നിലേക്ക് മടങ്ങി വരികയാണല്ലാ. തൗബ ചെയ്ത് മടങ്ങുകയാണ് റബ്ബേ. ഇനി ഞങ്ങൾ ആവർത്തിക്കില്ല റബ്ബേ, ഇനി ഞങ്ങളത് ചെയ്യില്ല റബ്ബേ. കഴിഞ്ഞതൊക്കെ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ, കഴിഞ്ഞതൊക്കെ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. ഇനിയുള്ള കാലം തെറ്റു ചെയ്യാതെ ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. ഇനിയുള്ള കാലം തെറ്റു ചെയ്യാതെ ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. അർഹമുർ-റഹീമായ അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ഇവിടെ സംഭാവന ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ. അവരുടെ കബറിടങ്ങളിലേക്ക് ഈ സംഭാവനകൾ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവരുടെ കബറിടങ്ങൾ വിശാലമാക്കണേ അല്ലാ, സ്വർഗീയമാക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഇന്നത്തെ രാത്രി തന്നെ സ്വർഗീയ കവാടങ്ങൾ അവർക്ക് നീ തുറന്നു കൊടുക്കണേ അല്ലാ. ഹിസാബില്ലാത്ത അദാബില്ലാത്ത സ്വർഗം നൽകണേ അല്ലാ. ഹിസാബില്ലാത്ത അദാബില്ലാത്ത സ്വർഗം അവർക്ക് നീ നൽകണേ അല്ലാ. അല്ലാഹുവേ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി സംഭാവന ചെയ്തവരുണ്ട്, അവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ റബ്ബേ. മാറാരോഗങ്ങളിൽ നിന്നവരെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഒരാളെയും നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഒരാളെയും നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا ومولانا محمد. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാരെ കൺകുളിർമയുള്ളവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഭർത്താക്കന്മാരെ കൺകുളിർമയുള്ളവരിൽ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ മക്കളെ കൺകുളിർമയുള്ളവരിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. വിവാഹപ്രായമെത്തിയവർക്ക് കുഫുവത്ത ഇണകളെ നൽകണേ അല്ലാ. കല്യാണം കഴിഞ്ഞവർക്ക് സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. അല്ലാഹുവേ മക്കളില്ലാതെ നീ ഒരാളെയും പരീക്ഷിക്കല്ല റബ്ബേ. അർഹമുർ-റഹീമായ അല്ലാഹുവേ ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. അല്ലാഹുവേ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. ആഫിയത്തുള്ള ആരോഗ്യമുള്ള സാലിഹീങ്ങളായ കൺകുളിർമയുള്ള മക്കളെ സുഖപ്രസവത്തിലൂടെ നീ നൽകണേ അല്ലാ. അർഹമുർ-റഹീമായ അല്ലാഹുവേ നൽകിയ മക്കൾക്ക് നീ ബുദ്ധിശക്തി നൽകണേ റബ്ബേ, ഓർമ്മ ശക്തി നൽകണേ അല്ലാ. അല്ലാഹുവേ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും വിജയം നൽകണേ റബ്ബേ. നാടിനും സമുദായത്തിനും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവന്റെ ഹദറത്തിലേക്ക് ഞങ്ങൾ ഓതിയതും ചൊല്ലിയതും നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ ദറജ ഉയർത്തണേ അല്ലാ, അവർക്ക് ഉന്നതമായ പദവി നീ നൽകണേ അല്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീ സഖതിക. അല്ലാഹുവേ നീ തന്ന നിഅമത്ത് മരണം വരെ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ നീ തന്ന ആരോഗ്യം മരണം വരെ നിലനിർത്തണേ അല്ലാ. മാരാരോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ശർറായ ഖലായിൽ നിന്ന് കാക്കണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുമ്മ ഹഫ്ഫൽനാ വഹ്ഫൽ അഹ്ലനാ മിൻ ജമീഇൽ ബലായാ വൽ അദാഇ വൽ അംറാദ് വഖിനാ വഖിഹിം ശർറ മാ ഖളൈത് ബിഹഖ് അൽഫി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം.
വബിഹഖി ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. അല്ലാഹുവേ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുമായി ബന്ധമുള്ളവരെ മാറാരോഗങ്ങളിൽ നിന്ന്, അല്ലാഹുവേ ശത്രുക്കളുടെ ശർറിൽ നിന്ന്, അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന്, കണ്ണേറുകാരുടെ കണ്ണിൽ നിന്ന്, സാഹിറന്മാരുടെ സിഹറിൽ നിന്ന്, അക്രമികളുടെ അക്രമങ്ങളിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ സംരക്ഷണം നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. നിന്റെ സംരക്ഷണം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടങ്ങളിലും കുടുംബങ്ങളിലും വാഹനങ്ങളിലും വീട്ടിലും നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഭക്ഷണം നൽകിയ വീട്ടുകാർക്ക് സ്വർഗീയ ഭക്ഷണം നൽകണേ അല്ലാഹ്. സ്വർഗീയ പാനീയം നൽകണേ അല്ലാഹ്. സ്വർഗീയ സുഖങ്ങൾ നൽകണേ അല്ലാഹ്. വീട്ടിലും കുടുംബത്തിലും മക്കളിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ വീട്ടിലും കുടുംബത്തിലും മക്കളിലും ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികൾ, ഉറൂസിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, ഈ പരിപാടിയുടെ സംഘാടകർ, ഇതിനു വേണ്ടി ഓടിച്ചാടി നടക്കുന്ന ആളുകൾ, അല്ലാഹുവേ അവർക്ക് നീ ആഫിയത്ത്, ആരോഗ്യം നൽകണേ റബ്ബേ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. അല്ലാഹുവേ ആരൊക്കെയാണോ ഈ മഹത്തായ പരിപാടിയിൽ സംഭാവന ചെയ്തത്, ഇതിന്റെ തുടക്കം മുതൽ ഇന്നേ വരെ സംഭാവന ചെയ്ത ആളുകൾ, ഇനി നാളെയും മറ്റന്നാളുമായി സംഭാവന ചെയ്യാൻ പോകുന്ന ആളുകൾ, അവരുടെ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളെ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. അസീസ് മരണപ്പെട്ടുപോയ പിതാവിന്റെ പേരിൽ 2000 രൂപ അല്ലാഹുവേ പിതാവിന്റെ കബറിടം നീ വെളിച്ചമാക്കി കൊടുക്ക് റബ്ബേ. അല്ലാഹുവേ ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരന്മാർ, സഹോദരിമാരിൽ ആരുടെയൊക്കെ മാതാപിതാക്കളാണോ മരണപ്പെട്ടു പോയത്, എല്ലാവരുടെയും കബറിടങ്ങളെ നീ വെളിച്ചമാക്കി കൊടുക്കല്ലാ. ജയിലകപ്പെട്ട ഒരു നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ, അല്ലാഹുവേ നീ മോചനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മോചനം നൽകണേ റബ്ബേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നുള്ള ദിക്ർ വർദ്ധിപ്പിക്കണം. അല്ലാഹുവേ മോചനം നൽകണേ അല്ലാഹ്, മോചനം നൽകണേ റബ്ബേ. ഇതുപോലെയുള്ള കള്ള കേസുകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സ്ഥാപനങ്ങളിലേക്കൊക്കെ റെയ്ഡ് നടത്തുന്ന ആളുകളുണ്ട്, തീവ്രവാദം നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവിടെയുള്ള പ്രതിപക്ഷം അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്. ഉളുപ്പില്ലാത്ത പണിയാണ് അതൊക്കെ. നമ്മുടെ ദാറുൽ ഒരു സ്ഥാപനത്തിൽ തീവ്രവാദം പഠിപ്പിക്കുന്ന പറഞ്ഞിട്ട് റെയ്ഡ് ചെയ്യാൻ ഇന്ന് അങ്കൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ, അവിടെ ഉള്ള എന്ത് തീവ്രവാദം അവിടെ ഉള്ളത്. അവിടെ ആകെ ഉണ്ടാകത്തിലെന്താ, പെണ്ണും കടലാസം ഉണ്ടാവും. അതപ്പോൾ തീവ്രവാദത്തിന്റെ ആയുധങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് വോട്ട് പിടിക്കാനുള്ള പരിപാടിയാണ്. അവരൊന്നും നിലനിൽക്കില്ല, അതിനൊന്നും നിലനിൽപ്പുണ്ടാവില്ല. അതൊക്കെ പെട്ടെന്ന് നശിച്ചു. നമുക്കാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല സമാധാന അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ അല്ലാഹു നിലനിർത്തട്ടെ. സമാധാന അന്തരീക്ഷം അല്ലാഹു നാട്ടിൽ നിലനിർത്തട്ടെ. നാട്ടിൽ ഭിന്നിപ്പിനും അക്രമങ്ങൾക്കും ശ്രമിക്കുന്നവർ അല്ലാഹുവേ നീ തകർക്കണേ റബ്ബേ. അല്ലാഹുവേ നീ നശിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ അവരെ നീ ഛിന്ന ഭിന്നമാക്കണേ റബ്ബേ. കുടുംബത്തിൽ പോലും സ്വസ്ഥത നൽകാതെ നീ നശിപ്പിക്കണേ അല്ലാഹ്. നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് നീ നിലനിൽപ്പ് നൽകണേ റബ്ബേ. അവരുടെ അധികാരം നീ നിലനിർത്തണേ അല്ലാഹ്. അതുപോലെ കുടുംബത്തിലും നാട്ടിലും നീ ഐക്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഈ പരിപാടിക്ക് വേണ്ടി ഊണും ഉറക്കമൊഴിച്ച ആളുകളുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. أوصيكم بالدعاء. جزاكم الله خير. السلام عليكم ورحمة الله وبركاته.